എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷം വരാൻ വൈകൂന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശേഷം ഇപ്പം വന്നോളൂ. അത് എത്ര താമസിച്ചാൻ എടുത്ത കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന നന്ദയ്ക്ക് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശേഷമൊക്കെയാണ് ഇന്നലെ നമ്മൾ അവസാനം കണ്ടു. ഗൗതം നന്ദയും വീണ്ടും ഒന്നാവാണ്. ഗൗതത്തിന്റെ നിരപരാധിത്വം നന്ദയ്ക്ക് ബോധ്യമായി. ലക്ഷ്മിയമ്മനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം സാർ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്ന അറിഞ്ഞപ്പം നന്ദ പറഞ്ഞു, അതെ ഗൗതം സാറിനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. എന്ത് വന്നാലും എന്തിനൊപ്പം ഈ നന്ദ കൂടെ ഉണ്ടാവും. അവള് ഭീഷണിപ്പെടുത്തിക്കോട്ടെ, അതൊന്നും ഗൗതം സാറും മൈൻഡ് ആക്കണ്ട. എന്തിനും ഏതിനും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയാ. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ഗൗതം കാത്തിരുന്നേ. ഗൗതം നന്ദയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മഹേശ്വരനും ജഗന്നാഥനും കൂടെ അരുന്ധതിനെ അന്വേഷിച്ച് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നു. അല്ല മഹേശ്വരേട്ടാ, വേറെന്തെങ്കിലും വിവരം കിട്ടിയോ അരുന്ധതിയുടെ അടുത്തെ കുറിച്ച്? വിവരമൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കിട്ടിയ വിവരം മാത്രമേ ഉള്ളൂ. അത് വെച്ച് അന്വേഷിച്ച് പോന്നേ. അപ്പൊ കണ്ടവരുണ്ടെന്നല്ല പറഞ്ഞേ. ഒന്ന് പോയി അന്വേഷിച്ച് കളയാം. ഞാൻ മാത്രമല്ലോ, ജഗന്നാഥനും എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. അല്ല ഇനി എന്തെങ്കിലും വിവരം ട്രാവൽ ഏജൻസിയിലൊക്കെ ചോദിച്ചു നോക്കി അറിയാം. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അവിടെ ചെന്നിട്ട് വിളിക്കാം. ചെന്നിട്ട് വിളിക്കാന്നേ. ഇന്ന് ധൈര്യമായിട്ടിരിക്കുക. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പോയിട്ട് വരാം ഇടത്തി എന്നൊക്കെ പറഞ്ഞ് ജഗന്നാഥനും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും ഇറങ്ങി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ നെഞ്ചത്ത് കഴിച്ച്, എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് അരുന്ധതിയുടെ അടുത്ത് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഈ സമയം പവിത്ര വന്നിട്ടൊരു ശരിയാ, വല്യമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ചിട്ടയൊക്കെ ഉണ്ട്. അപ്പൊ നന്ദയം പറഞ്ഞു, വന്നാൽ മതിയായിരുന്നു. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരാനായിട്ട് വല്യമ്മ ഈ വീട്ടിലേക്ക് വരണം എന്ന് പറയണം. അപ്പൊ എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം അരുന്ധതി ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം തന്നെയാണ്. അരുന്ധതി ഇല്ലാത്തതിൻ്റെതായ ഒരു താളപ്പിഴകളൊക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നീട് നന്ദ നേരെ ചെല്ലുന്നേ ഗാഥയുടെ സുജാതയുടെ റൂമിലേക്കായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോ ഗാഥേനെ കണ്ടില്ല. അല്ല ഗാഥ എന്ത് നിൽക്കുക? അവള് പുറത്തേക്ക് പോയ തുണി കഴുകാനായിട്ട് പോയതാ. പിന്നെ സുജാതയ്ക്ക് ഭയങ്കര ടെൻഷൻ നന്ദയെക്കുറിച്ച് ഓർത്തിട്ട്. അതേ മോളെ, ഗൗതമോനെ മോളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ, അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഇങ്ങോട്ട് വരാറൊന്നുമില്ല മോനെ, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗാഥയോട് ചോദിക്കാറുണ്ട്. അതാ പേടിക്കാനൊന്നും ഇല്ലെന്ന്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. പുറമേ ഉള്ള ഈ ദേഷ്യമൊക്കെ ഉള്ളൂ. അകമേ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാ. എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ആണോ? ഇപ്പോഴെനിക്കൊരു സമാധാനമായത് മോളുടെ നാവിൽ നിന്നത് കേട്ടപ്പോ. പെട്ടെന്ന് സുജാതയുടെ സൗണ്ട് അങ്ങോട്ട് വല്ലാതാവണേ. എന്ത് പറ്റി? എന്താണെന്ന് അറിയത്തില്ല, തൊണ്ടയ്ക്ക് എന്തോ വലിയൊരു പിടുത്തം പോലെ. അതെ, വെള്ളം വല്ല വേണമെന്ന് ചോദിക്കാണ്. ഞാൻ എടുത്തോണ്ട് വരാം. മോള് പോണ്ടതേ, അവിടെ ആ കെറ്റിൽ ഇരിപ്പുണ്ട്, അതിനകത്ത് ചൂടുവെള്ളം കാണും, അതിങ്ങ് എടുത്താൽ മതി. അങ്ങനെ നന്ദ പോയി നോക്കിയപ്പോൾ അത് തണുത്തിരിക്കുക. ഞാൻ ഒന്നുകൂടി ചൂടാക്കെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതങ്ങോട്ട് കുത്തുവാണ്. കറണ്ടെ കുത്തി അങ്ങോട്ട് ഓണായി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അത്തേന്ന് ഷോക്ക് കേൾക്കുവാണ് നന്ദയ്ക്ക്. ഷോക്ക് അടിച്ച് നന്ദ നിലത്തേക്ക് വീണു. ഈ കാഴ്ച കണ്ട വീൽ ചെയറിലിരുന്ന സുജാത അവിടെ കിടന്ന് അലറി വിളിക്കുവാണ്, ആരെങ്കിലും ഓടി വരാൻ പറഞ്ഞിട്ട്. പക്ഷെ ആരും വന്നില്ല. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗാഥ നിലത്ത് കിടക്കുക. സുജാത സർവ്വദേവനെ കിടന്ന് പ്രാർത്ഥിച്ചു. നന്ദ നിലത്ത് കിടക്കുക. ഈ സമയം സർവ്വദേവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, ആരെങ്കിലും ഒന്ന് വന്നാൽ മതിയായിരുന്നു. ഗാഥ എന്ന് അവിടെ കിടന്ന് വിളിച്ചലറുന്നുണ്ട്. പക്ഷെ ഗാഥ അങ്ങോട്ട് വന്നില്ല. ഗാഥ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയം സുജാത ഇങ്ങനെ ധൈര്യം സംഭരിച്ച് രണ്ട് കൈ ഇങ്ങനെ ബലം പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്ത് അവസാനം ആ വീൽ ചെയറാന്ന് അങ്ങോട്ട് എഴുന്നേക്കുകയാണ്. അങ്ങനെ ആ ഷോക്കിൽ നിന്ന് നന്ദയുടെ ആ കിടപ്പ് കണ്ടപ്പം സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവസാനം സുജാത ആ വീൽ ചെയറാന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. നേരെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗാഥ അങ്ങോട്ട് ഓടി വരുന്നേ. ഗാഥ വന്നിട്ട് അമ്മ എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ്. അത് മോളെ പെട്ടെന്നാണ് നന്ദ താഴെ കിടക്കുന്നുണ്ടേ. അല്ല നന്ദേച്ചിക്ക് ഇത് എന്ത് പറ്റി? നന്ദമോൾക്ക് ഷോക്ക് ഏറ്റാന്ന് പറയണ. നീ കുറച്ച് വെള്ളം എടുത്തേ. ഇനി ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര വട്ടം നിന്നെയും വിളിച്ചു. അമ്മ ഞാൻ താഴെയായിരുന്നു, ഇച്ചിരി വെള്ളം തെളിക്കാൻ പറയണം. അങ്ങനെ വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പം നന്ദയ്ക്ക് ബോധം വരുവാണ്. നന്ദ കണ്ണുറന്ന് ചുറ്റും നോക്കി. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പം സുജാതാന്റെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടെന്ന് പെട്ടെന്ന് നന്ദയ്ക്ക് സന്തോഷം. അല്ല ഇതെങ്ങനെ സംഭവിച്ചു? അത് മോള് ഷോക്കേറ്റ് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ തനിയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയതാ. ഭയങ്കര സന്തോഷമായിരുന്നു ഗാഥയ്ക്ക്. പെട്ടെന്ന് ഗാഥ പറഞ്ഞു, ഞാൻ ഈ വിവരം താഴെ ചെന്ന് ലക്ഷ്മിയമ്മയോടൊക്കെ പറയട്ടെ എന്ന് ചോദിക്കുക. നന്ദ പറഞ്ഞു, വേണ്ട, ഇപ്പൊ ഇത് പറയണ്ട. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? പറയുമ്പോൾ ലക്ഷ്മിയടത്തേക്ക് നല്ല സന്തോഷമല്ലേ ആവത്തുള്ളൂ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇവിടെ വേറെ പലരും ഉണ്ടല്ലോ, അവർ ഈ വിവരങ്ങളൊക്കെ അറിയില്ലോ. ഇപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോണ്ട. അത് അപകടമാണെന്ന് പറയാം. തൽക്കാലം ആരും അറിയണ്ട, എഴുന്നേറ്റ കാര്യം അറിയണ്ട, വീൽ ചെയറിൽ തന്നെ ഇരുന്നോളാൻ പറയാം. അപ്പൊ നന്ദ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും അവർക്ക് നന്നായിട്ടറിയാം. പിന്നീട് അവരൊന്നും പറഞ്ഞില്ല. പിന്നീട് ലക്ഷ്മിയമ്മ മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷിനെ വിളിച്ചിട്ട് ചോദിച്ചു, മഹിയേട്ട ഇത് എവിടെയാന്ന് ചോദിക്കുകയാണ്. അപ്പൊ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല മഹേഷിന്. മഹിയേട്ട കേൾക്കത്തില്ല, ഒന്ന് ഉറക്കെ പറ. അതെ ഇവിടെ റേഞ്ച് കുറവാ ലക്ഷ്മി, അതാ.
അല്ല അരുന്ധേടത്തിനെ കണ്ടോ? ഇല്ല കണ്ടില്ല, ഞങ്ങളിവിടെ വിജയവാഡ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയത്. ഒരു ഇവിടെ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ് ഇവിടുന്ന് പോയെന്ന് അറിയാൻ കഴിഞ്ഞേ. ഇനിയിപ്പോൾ ആ മലമുകളിൽ ഒരു ദേവീക്ഷേത്രം ഉണ്ട്, ഇനിയിപ്പോൾ അവിടെ ഉണ്ടോന്ന് അറിയത്തില്ല, അവിടെയും കൂടെ പോയി നോക്കണമെന്ന് പറയാം. ശരി. പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ടായിരുന്നു. അതെ ലക്ഷ്മി, എനിക്കൊന്നും കേൾക്കത്തില്ല, ഞാൻ കോള് വെക്കുവാന്ന് പറഞ്ഞ് മഹേശ്വരൻ കോള് വെക്കുവാണ്. ഈ സമയത്ത് ലക്ഷ്മി പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ എവിടെയാണെങ്കിലും വന്നാൽ മതിയായിരുന്നു. അങ്ങ് മോഹിനി ആ സമയത്താണ് അങ്ങോട്ട് വരുന്നത്. മോഹിനി വന്നിട്ട് ചോദിച്ചു, ആരാ വിളിച്ചേ? ദേ മഹിയേട്ടനെ വിളിച്ച്, എന്തേലും വിവരം കിട്ടിയോ? കണ്ടില്ല, പക്ഷെ 2 ദിവസം മുമ്പ് വിജയവാഡയിൽ ഉണ്ടായിരുന്ന അറിയാൻ കഴിഞ്ഞേ. ഇപ്പോഴെങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇനി അവർ വരുമ്പോൾ അവരുടെ കൂടെ തന്നെ അരുന്ധേടത്തെയും കാണുമെന്ന്. മോഹിനിക്കും ഭയങ്കര സന്തോഷമായി. എത്രയും പെട്ടെന്നൊന്ന് വന്നാൽ മതിയായിരുന്നു ഏട്ടത്തി. ഏട്ടത്തി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ വീട്ടിലുണ്ട്. ഏട്ടത്തി വരുവാണെങ്കിലോ ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ. ഈ പവിത്ര വന്നിട്ട് പറഞ്ഞു, അല്ല വല്യമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാർന്നോത്തി സാധനം പിങ്കി ചേച്ചിയുടെ പോവില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടു പിങ്കി അങ്ങോട്ട്. പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിങ്കി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോവാ മുകളിലേക്ക്. ഈ സമയം ഗൗതമിനും നന്ദയ്ക്കുള്ള ചായയായിട്ട് നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് നന്ദ കയറി ചെല്ലുവാണ്. ചൂട് ചായ, 2 കയ്യിലും ചായ. എന്നിട്ട് പറഞ്ഞു, എന്നാ ഗൗതം സാർ ഇത് പിടിക്കുക, എൻ്റെ കൈ പൊള്ളിയെന്ന് പറയാ. നീ എന്തിനാ ഈ 2 ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ടല്ലേ ഓരോ ഗ്ലാസ്സിനകത്ത് കൊണ്ടുവന്നാൽ പോരായിരുന്നോ? നല്ല കുടിക്കുക. എങ്ങനെയുണ്ട് ചായ? സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് കയറി വരുന്നത്. പിങ്കി കണ്ട് ഈ കാഴ്ച പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഗൗതമിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. നിനക്ക് എന്താ പിങ്കി സംസാരിക്കാനുള്ളത്? നീ ഇപ്പൊ സംസാരിച്ചോന്ന് പറയാം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അതെ ഇന്നലെ 2 പേരും കൂടെ ഭയങ്കര ഗൂഢാലോചനയൊക്കെ നടത്തുന്ന കേട്ടായിരുന്നു. ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ കണ്ണിപ്പൊടി ഇടാനായിട്ട് അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയണം. നന്ദ പറഞ്ഞു, ഓ അതാണ് നിനക്ക് പറയാനുള്ളത്. ഒരു പാവം അമ്മേനെ മോളെയും രക്ഷിക്കാനല്ലേ എന്റെ പിങ്കി, അതിന്റെ പേരിൽ നീ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണോ എന്ന് പറയണം. അതെ എനിക്ക് ഗൗതമിനോട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ പിങ്കി, നീ സംസാരിച്ചോ? നന്ദയല്ലേ എവിടെയുള്ളേ? ഇവളുടെ മുന്നിൽ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നന്ദ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങണം. നന്ദ നീ ഇവിടെ നിൽക്കുക, നീ കേൾക്കാൻ പാടില്ലാത്തൊന്നും പിങ്കി എന്നോട് പറയണ്ടെന്ന് പറയാം. ഓ അങ്ങനെയാണോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ ഒരാളെയും കൂടെ വിളിക്കാം. ലക്ഷ്മി അമ്മായി അവിടെ നിന്ന് നീട്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് ഗൗതം, നിനക്ക് എന്താ പറയാനുള്ളത്? നന്ദ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയേക്കാം. ദേ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ ഒന്ന് വന്ന് വിളിച്ചാൽ മതി ഗൗതം സാറെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങോട്ട് പോവാ. ഈ സമയത്ത് പിങ്കിയോട് നിനക്ക് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. അതെ പറയാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്ത് വന്നായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. പുറത്തു പോയി സംസാരിക്കണം. അതെ എവിടെ വേണമെന്ന് ഗൗതം ഫിക്സ് ചെയ്താൽ മതി. എവിടെയാണെങ്കിലും ഞാൻ റെഡിയാ, നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന് പറയാം. ദേ വെറുതെ എന്നെ കൊണ്ട് ഇങ്ങനെ കുരങ്ങളിപ്പിക്കില്ലെന്ന് പറയാം. ആണോ? ബുദ്ധിമുട്ടാണ് പറ, ഞാൻ ലക്ഷ്മി അമ്മേനെ പോയി കണ്ടോളാം. ഞാൻ ലക്ഷ്മി അമ്മേനെ കൂട്ടിക്കൊണ്ട് പോയി സംസാരിച്ചോളാം. അവസാനം ഗൗതമിന് ഒരു നിവൃത്തി ഇല്ലാതെ വന്നു. ഗൗതമിന് കാരണം അടിച്ച് പൊട്ടിക്കണമെന്നുണ്ട് പിങ്കിയുടെ. പക്ഷെ അവസ്ഥ ഇതായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. തന്റെ അമ്മയുടെ ജീവൻ ഇവളുടെ കൈകളിലാ, അല്ലെങ്കിൽ ഇവളെ കാരണം അടിച്ച് പൊട്ടിച്ച് ഇവളെ പണ്ടേ കുഴി വെച്ചാണെന്ന് ഗൗതം മനസ്സിൽ പറയാ. പിന്നീട് ഗൗതം നേരെ പിങ്കിയുമായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു മലയുടെ മുകളിൽ പോയി നിൽക്കുകയാണ് 2 പേരും. ഈ സമയത്ത് പിങ്കിയോട് ചോദിച്ചാലും നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്ത് കാര്യം എന്നോട് പറയാനുള്ളത്? എന്താണെങ്കിലും തുറന്നു പറ. അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇച്ചിരി വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം. എന്താണെങ്കിലും നീ പറ. നീ കുറെ സമയമായിരുന്നേ. ഒരു കാര്യം നീ വിചാരിക്കണം, ഞാനൊരു പോലീസ് ഓഫീസറാ, ആ ഒരു ചിന്ത പോലും ഇല്ല. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ കീ കൊടുത്താ ചരിക്കുന്ന പാവയെ ഞാനെന്നോ? അതൊക്കെ വെറും നിന്റെ മോഹങ്ങൾ മാത്രം പിങ്കി. എനിക്ക് എന്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിനെയാ നീ നശിപ്പിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം സഹിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം. അറിയാലോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഈ ഒരു അവസരം ദൈവമായിട്ട് എനിക്ക് കൊണ്ടെത്തന്ന. പിന്നെ പിങ്കി സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. പിന്നെ അറിയാലോ നീ എന്റെ അനുജന്റെ ഭാര്യ, ആ ഒരു രീതി വേണം നീ എന്നോട് പെരുമാറാനായിട്ട്. ആണോ? അനുജന്റെ ഭാര്യയാണോ? എപ്പോഴാ അനുജന്റെ ഭാര്യ ആയത്? നിങ്ങൾ അനുജന്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് വിട്ടുകൊടുത്തല്ലേ എന്നെ? എന്നിട്ടാണ് നിങ്ങൾ ഈ വർത്താനം പറയണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, പിങ്കി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാ, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ? നിങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്, ആ വാക്കെല്ലാം നിങ്ങൾ തെറ്റിച്ചേ. ഇനി നിങ്ങൾ എന്നോട് കൂടുതലൊന്നും പറയണ്ട. അതൊക്കെ പോട്ടെ, നിനക്ക് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പറ, അല്ല ഞാൻ പണി നോക്കി പോവാന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അതെ അവിടെ നിൽക്ക്, പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി, അല്ല ഞാൻ ലക്ഷ്മി അമ്മയെ വിളിച്ച് പറഞ്ഞോളാന്ന് പറയാം. ടെൻഷനായിപ്പോയി. അല്ല എന്താ കാര്യം എന്താ? അല്ല നിങ്ങളിപ്പം നന്ദയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്നാലല്ലോ, നന്ദ പറയുന്ന എല്ലാം കേൾക്കാൻ നിനക്ക് സമയമുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കാൻ നിനക്ക് സമയമില്ലല്ലേ? നന്ദ എന്റെ ഭാര്യ, അതുകൊണ്ടാണ് ഞാൻ അവളുടെ എല്ലാം തുറന്നു പറയുന്നത്. എനിക്ക് അവളോട് കടമയും കടപ്പാടും ഒക്കെ ഉള്ളതാ, അല്ലാതെ നിന്നെ പോലെ അല്ല അവള്. ഓ അങ്ങനെ, അപ്പൊ ഭാര്യ ആയതുകൊണ്ടായിരിക്കും പ്രശ്നമല്ലേ? അപ്പൊ ഞാൻ ഭാര്യയല്ല,
നീ എൻ്റെ അനുജന്റെ ഭാര്യയല്ലേ പിങ്കി. അന്നൊരു കാര്യം കേട്ടോ, നാളെ രാവിലെ ഞാൻ ദേവീക്ഷേത്രത്തിൽ പോവും. അർജുൻ കെട്ടി ഈ താലി അത് ഞാൻ ഊരി മാറ്റൂന്ന് പറയാ. നീ എന്ത് പ്രാന്താ പിങ്കി പറയണേ? പ്രാന്തല്ല, ഇനി പറയുന്ന കേട്ടോ. നാളെ രാവിലെ എന്നോടൊപ്പം ഗൗതം വരണം. എന്നിട്ട് ഗൗതം എൻ്റെ കഴുത്തിൽ വേറൊരു താലി കെട്ടണമെന്ന് പറയാ. പെട്ടെന്ന് ഗൗതം ചോദിച്ചു, നിനക്ക് എന്നെ പ്രാന്താണോ? നിനക്ക് നട്ടപ്രാന്ത് പിടിച്ചേക്കുക, നിനക്ക് വേറൊരു പണിയില്ല. അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിങ്കി എന്ന് പറയാം. താലിയാണല്ലോ പ്രശ്നം. താലി നന്ദയുടെ കഴുത്തിൽ കെട്ടിയതുകൊണ്ടാണല്ലോ ഗൗതം അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നേ. ആ താലി എന്റെ കഴുത്തിലേക്ക് കിട്ടുവാണെങ്കിൽ പ്രശ്നങ്ങൾ തീർന്നില്ലേ? പിന്നെ ഞാൻ ഗൗതമിന്റെ ഭാര്യ ആവൂലേ? അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ, വീട്ടിൽ തന്നെ ഇപ്പം മഹേശനമ്മാന്റെ മോളല്ലേ ഗാഥ. അപ്പൊ ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ എല്ലാം ഒരു വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നേ? അത്രയും വലിയ പരിപാടികളൊക്കെ ചെയ്തു വെച്ചു. പിന്നെ എന്റെ കഴുത്തിൽ ഗൗതമിനൊരു താലി കിട്ടി എന്താ കുഴപ്പം? ആ കള്ളത്തരങ്ങളൊക്കെ ഗൗതം മറച്ചു വെച്ചോണ്ടിരിക്കില്ലെന്ന് ചോദിക്കുക. ഗൗതമിനെ നാവടഞ്ഞു പോയി. എന്തേലും പറയാൻ പറ്റുമോ? ഗൗതം പറഞ്ഞു, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിങ്കി. നീ അതിനെക്കുറിച്ച് ഓർത്ത് മഞ്ഞ് കൊള്ളണ്ട. ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യാം, നാളെ ഗൗതം രാവിലെ ഒരുങ്ങി ഇറങ്ങണം. ഒരുങ്ങി ഇറങ്ങി എൻ്റെ ഒപ്പം വന്ന് എൻ്റെ കഴുതി താലി ചാർത്തിയില്ലെങ്കിൽ നാളെ അവ വീട്ടിലൊരു സ്ഫോടനം ഉണ്ടാവും. എന്താ അറിയാന്നറിയോ? ലക്ഷ്മിയമ്മയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. ഓഹോ, അപ്പൊ നീ ആ കാര്യം വെച്ച് തന്നെ എൻ്റെ ജീവിതം മനഃപൂർവ്വം തകർക്കുമല്ലേ? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുമല്ലേ എന്ന് ചോദിക്കുക. പിങ്കി പറഞ്ഞു, എനിക്കും ഒരു അവസരം വേണ്ട ഗൗതം എന്ന് പറയാണ്. അങ്ങനെ ഗൗതം തകർന്നടിഞ്ഞ മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. കയറി വന്ന് കുറച്ച് നന്ദി അങ്ങോട്ട് വന്നു. അല്ല ഗൗതം സാർ ഇത് എപ്പോ വന്നു? ഞാൻ കണ്ടില്ല. ഞാൻ കുറെ സമയം നോക്കിയിരുന്നു കേട്ടോ. കാണാതെ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയത്. എന്ത് പറ്റി? അവൾ എന്തിനാ വിളിച്ച? പല സിനിമ കാണാൻ കൊണ്ടാൻ വിളിച്ചാണോ? അതൊക്കെ ആയിരിക്കും അവളുടെ ആഗ്രഹങ്ങള്. അതങ്ങ് സമ്മതിച്ചു കൊടുത്താലേ. പിന്നെന്താ, നമുക്കെന്താ കുഴപ്പം? ഒരു കാരണവശാലും സത്യങ്ങളൊന്നും ലക്ഷ്മിയമ്മ അറിയരുത്. അത് മാത്രം. ഇങ്ങനെ നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗൗതം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്താ ഗൗതം സാർ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അവൾ എന്താ പറഞ്ഞ? അവൾ എന്തിനാ വിളിച്ചോണ്ട് പോയെന്ന് ചോദിക്കാം. അവള് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ. നന്ദയ്ക്ക് അറിയത്തില്ല അവളുടെ സ്വഭാവം എന്താന്ന്. അവൾ ആഗ്രഹിക്കുന്ന വേറെ പല കാര്യങ്ങളുമാ. അവൾ എൻ്റെ ജീവിതം അവൾ ചോദിക്കുന്നത്. ജീവിതമോ? എനിക്കൊന്നും മനസ്സിലായില്ല. നാളെ ക്ഷേത്രത്തിലേക്ക് ചെല്ലണം, ദേവി ക്ഷേത്രത്തിലേക്ക്. അവിടെ വെച്ച് അവൾ അവളുടെ അർജുൻ കെട്ടിയ താലി ഊരി മാറ്റുന്നു. എന്നിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തണമെന്ന്. അത് അവളുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇത് കേട്ടതും നന്ദി ഒന്ന് ഞെട്ടി. ഗൗതം സാർ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പൊ എന്റെ താലി എന്റെ കഴുത്തെ നൂറണം എന്നല്ല അതിന് അർത്ഥം എന്ന് ചോദിക്കുക. ഗൗതമിന് എന്ത് പറയാൻ നടത്തില്ല. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ ഈ നാടകം കൂടെ അവസാനിപ്പിക്കാൻ പോവാ ഇന്നത്തോടു കൂടി. എനിക്കിനി വയ്യ ഈ നാടകമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. സത്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ അറിഞ്ഞോട്ടെ. എനിക്കിത് കൂടുതൽ വയ്യാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. നന്ദ മുറിയുന്നും കൂടെ ഇറങ്ങിപ്പോവാ. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ പാവം ഗൗതം നിൽക്കുവാണ്. ചൗത്താനും കടലിന്റെ അവസ്ഥ പെട്ടൊരവസ്ഥയായിരുന്നു ഗൗതത്തിന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.